നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദേശീയ കായിക ദിനം. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ധ്യാൻചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ധ്യാൻചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഹോക്കി മാന്ത്രികൻ എന്നാണ് ധ്യാൻചന്ദ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നും ധ്യാൻചന്ദ് അറിയപ്പെടുന്നു. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നു. അതുപോലെ ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നും ആരറിയപ്പെടുന്നു? ധ്യാൻചന്ദ് അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഗോൾ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഗോൾ എന്നാണ്. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. 2015 ജാനുവരി 1 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. 2015 ജാനുവരി 1 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ് എന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദി തന്നെയാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി തന്നെയായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡാണ്. നബാർഡ് രൂപീകൃതമായ വർഷം 1982 ജൂലൈ മാസം 12 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായി. നബാർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈ. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി. നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്. കേരളത്തിലെ നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് കേരളത്തിൻ്റെ നബാർഡിൻ്റെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം രാമേശ്വരം. രാമേശ്വരത്താണ് മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം ജനിച്ചത്. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേര് അഗ്നിച്ചിറകുകൾ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് അഗ്നിച്ചിറകുകൾ എന്നാണ്. APJ അബ്ദുൽ കലാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം പേയ്ക്കരിമ്പ്. രാമേശ്വരത്തെ പേയ്ക്കരിമ്പിലാണ് APJ അബ്ദുൽ കലാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്? വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്? ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത്. ഇന്ത്യയിൽ വനിതകളുടെ ഉന്നമനത്തിനായി ആരംഭിച്ച ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇന്ത്യയിൽ വനിതകളുടെ ഉന്നമനത്തിനായി ആരംഭിച്ച ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനമായിരുന്നത് ന്യൂഡൽഹിയാണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനമായിരുന്നത് ന്യൂഡൽഹിയാണ്. കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ചത് കമലേശ്വരം. തിരുവനന്തപുരത്തെ കമലേശ്വരത്താണ് കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ ആദ്യമായി നയിച്ച വനിത. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ഷൈനി വിൽസൺ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളിയാണ് ഷൈനി വിൽസൺ. കൂടാതെ ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം ഏത്? ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം ഏത് എന്ന ക്വസ്റ്റിൻ്റെ ഉത്തരം നീതി ആയോഗ് എന്നാണ്. നീതി ആയോഗാണ് ആസൂത്രണ കമ്മീഷന് പകരം ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വരുമാനം കണക്കാക്കുന്നത് പ്രധാനമായും എത്ര രീതികളാണ് അവലംബിച്ചിരിക്കുന്നത്? ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രധാനമായും എത്ര രീതികളാണ് അവലംബിച്ചിരിക്കുന്നത്? 3 രീതികളാണ് അവലംബിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ഉൽപാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്, 2 വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്, 3 ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. 3 രീതികൾ: ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആര്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്